ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലൈസേഷനും അതുപോലെ തന്നെ ജെനുവൻസി, TLS ഇതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് കറക്റ്റായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ ഇൻ്റർവ്യൂവിന് പോയ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണോ, ഇക്വലൻസി ചെയ്തിട്ടുണ്ടോ, ജെനുവൻസി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നലെ വന്നതുകൊണ്ടിട്ടാണ്, ഇന്നലത്തെ വീഡിയോൻ്റെ അടിയിൽ വന്നതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല, ഞാനിപ്പോൾ റീസെൻ്റ്ലി വേറൊരു സ്കൂളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് ലെറ്റർ, ഓഫർ ലെറ്റർ ഒക്കെ ഷെയർ ചെയ്യുമല്ലോ, അതുപോലെ ഇവർ ഷെയർ ചെയ്തതാണ് ഇൻട്രൊഡക്ടറി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റസ്റ്റേഷൻ്റെ പ്രൊസീജിയേഴ്സ് ഇപ്പം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട പ്രൊസീജിയർ HR തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. അതിപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്ത സമയത്താണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഞാനിവിടെ UAE വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ വിസിറ്റിംഗ് വിസയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് HR തന്നെയാണ് പറഞ്ഞു തന്നത് ഏതൊക്കെ സ്റ്റെപ്പിലേക്കാണ് നമ്മളിനി പോകേണ്ടത്. ജെനുവൻസി ഓക്കെ ആക്കണം. പിന്നെ ജെനുവൻസി ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ജെനുവൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വലൈസേഷൻ എന്ന് പറയുന്നത് അതിനുശേഷമാണ് നമുക്ക് ചെയ്യുന്നത്. വൺസ് ഒരു സ്കൂളിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് അത് അന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. സോ ജെനുവൻസി വരെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇക്വലൻസി അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ പ്രൊസീജിയർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്, ബട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോയുടെ അടിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കോമൻറ്റ് ചെയ്യുന്ന എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ആണ് ഹൗ ഡു വി ഇംപ്ലിമെൻറ്റ് ICT ഇൻ ക്ലാസ് റൂം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു ക്ലാസ് എടുത്തതിൻ്റെ വർക്ക് ഷീറ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. മെയിൻ ആക്ടിവിറ്റിയിലാണ് നമ്മൾ മെയിൻ വർക്ക് ഷീറ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ അവരുടെ റിക്വസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്, പ്രീ ആയിട്ടുള്ള നോളജ് ചെക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് കൊടുക്കും കേട്ടോ. 4 ക്വസ്റ്റ്യൻസ് പിന്നെ അതിൻ്റെ റൂബ്രിക്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാനിപ്പോൾ അതിലേക്കല്ല പോകുന്നത്, മെയിൻ ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ സയൻസ് അല്ലാത്തവർക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ലെസൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 3 സക്സസ് ക്രൈറ്റീരിയ വച്ചു. ഫസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റണം എന്നുള്ളത് ഫസ്റ്റ് കൊടുത്തു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ആ ലോ തെളിയിക്കാൻ പറ്റും എന്നുള്ള ഒരു സക്സസ് ക്രൈറ്റീരിയ കൊടുത്തു. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഈ ഡിഫറൻഷിയേറ്റഡ് ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് ലോ അച്ചീവർ, മിഡിൽ അച്ചീവർ, ഹൈ അച്ചീവർ എന്ന് പേര് പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഇങ്ങനെ കളർ കോഡ് വെച്ചിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യെല്ലോ, റെഡ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണിക്കുമ്പോൾ വർക്ക്ഷീറ്റ് ഒന്നും ക്ലിയർ അല്ലെങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതേപോലെ പാക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റിൽ ഇതേപോലെ പാക്ക് ചെയ്ത് എടുക്കാം. അവർക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. സോ അവരിടയ്ക്ക് ചോദിക്കില്ല, മാം എൻ്റെ അതില്ല, എനിക്ക് വേണം, എന്ത് ചെയ്യണം, ഇങ്ങനൊന്നും ചോദിക്കില്ല. ഇത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയും, ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഞാൻ ഇത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പിനും ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റിയാണ്, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇത് കിട്ടുമ്പോൾ തന്നെ വർക്ക്ഷീറ്റ് എടുത്ത് നന്നായിട്ട് റീഡ് ചെയ്യുക. ടീച്ചറുടെ ഹെൽപ്പ് എപ്പോഴും ചോദിക്കരുത്. ഞാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. സോ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങളായിട്ട് ഇത് മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം എൻഗേജ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയാം. QR കോഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് കിട്ടും കേട്ടോ. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലെ അത്. അപ്പോൾ ഞാൻ എപ്പോഴും മൊബൈലിൽ ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്, പിൻട്രസ്റ്റും ഉണ്ട്. ഇത് രണ്ടിലും ലോഗിൻ ചെയ്തിട്ട് പിന്നെ ചാറ്റ് GPT ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഫോണിൽ തന്നെ എപ്പോഴും കിടക്കുന്നുണ്ട്. ഫോണിൽ പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ആപ്പായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി ഐഡിയാസ് എടുക്കാം. പക്ഷേ ഇത് നോക്കിയപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന എക്സ്പെരിമെൻറ്റ്, ഈവൻ IGCSE ആണെങ്കിലും ഗ്രേഡ്, അതായത് ഇയർ ടേൺ ഒക്കെ വരുമ്പോഴേക്കും നമ്മളിത് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ല ഇങ്ങനെ എന്താ പറയുക, ബോർഡ് പിൻസ് അതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അത് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുമ്പോൾ ഇത് ക്ലിപ്പ് ചെയ്താൽ പേപ്പറിൽ ഇരിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് നോക്കണം. ക്ലാസ് റൂമിൽ
നമുക്ക് ഇതേപോലത്തെ പിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ലാബിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ തിങ്ക് ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്, ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഷീറ്റ് ഉണ്ട്. ലെറ്റ് ഷോ യു. ഇതാണ് എൻ്റെ വർക്ക് ഷീറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഡെമോ ലെസൺ ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒറ്റ വർക്ക് ഷീറ്റ് കൊടുത്താൽ മതി. അതാകുമ്പോൾ ഫുൾ റിസൾട്ട് കിട്ടും. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് വർക്ക് ഷീറ്റ് കൊടുക്കാം. 30 കുട്ടികളുണ്ടെങ്കിൽ 30 വർക്ക് ഷീറ്റ് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കുന്ന രീതി. ഓക്കെ, അതിൽ ഓരോ കുട്ടിയും യെല്ലോ, ഗ്രീൻ അങ്ങനെയൊക്കെ ലോ അച്ചീവർ, മിഡിൽ അച്ചീവർ എന്നുള്ള രീതിയിൽ കളർ കോഡ് വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊടുക്കാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഡെമോ, ഇന്റർവ്യൂ ഒക്കെ ബേസ്ഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഗ്രൂപ്പായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ഒരു കുട്ടിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, അപ്പോൾ അധികം ക്വസ്റ്റ്യൻസും വരില്ല. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഡൗട്ടായിരിക്കും, കുറേ വീക്കായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഡൗട്ടായിരിക്കും. എല്ലാവർക്കും നമുക്ക് ഇൻഡിവിജ്വലി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ അത് ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള HA ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒന്നല്ലെങ്കിൽ അടുത്ത കുട്ടി അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഓട്ടോമാറ്റിക്കലി. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒരു കുട്ടിക്കെങ്കിലും മനസ്സിലാവും. സോ അവരതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ഓൺ ടൈം ഇത് കംപ്ലീറ്റ്, ടൈമർ തീരുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരും. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വീക്കായിട്ടാണ് കാണുള്ളൂ. ഇത് ഫുള്ള് അച്ചീവ് ചെയ്യണം. ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്യാൻ സ്റ്റേറ്റ്മെന്റ് അഥവാ സക്സസ് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ക്ലാസ് ഗുഡെന്ന് പറയുള്ളൂ. ഓക്കെ, ടീച്ചർ ടോക്ക് വളരെ മിനിമലും ആയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. ടോപ്പിക്കിൽ നിന്ന് ഞാൻ വഴുതി മാറുന്നു. ഇത് ഇവിടെ പ്രൊട്രാക്ടർ ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളൊന്നും പ്രൊട്രാക്ടർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എന്താ പറയുക, ഫ്ലോപ്പായി പോകരുത്. ഓക്കെ, അത് കൊണ്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ സ്റ്റാൻഡിട്ട് ഇവിടെ വച്ചിട്ട്, ഓക്കെ, മിറർ വയ്ക്കും. ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് ചോപ്സ്റ്റിക്ക് വച്ചു കൊടുക്കുന്നു. ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് റിഫ്ലക്ഷൻ, ഞാൻ എന്താ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ സയൻസ് ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാവും അല്ലേ. ഇങ്ങനെ വച്ചു കൊടുക്കും. ഇങ്ങനെ വച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റിഫ്ലക്ഷൻ കാണും. ആ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഇമേജ് ഫോംഡ്. ഇതിൻ്റെ അകത്ത് മിററിൽ കാണുന്ന ഇമേജ് ഫോംഡ് ആയിട്ടുള്ളതിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഈ ചോപ്സ്റ്റിക്ക് ജസ്റ്റ് ഇങ്ങനെ അലൈൻ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് ഇതിൽ കാണിക്കാൻ പറ്റും. അതായത് ഇതിലിവിടെ വെച്ചിട്ട് കൊടുക്കുമല്ലേ, 40 ഡിഗ്രിയിൽ അവിടെ വെച്ചേക്കണമെങ്കിൽ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഇമേജ് ഫോംഡും അതുപോലെ തന്നെ ഈ നമ്മൾ ചോപ്സ്റ്റിക്കും കൂടി സ്ട്രെയിറ്റ് ലൈനിൽ വെക്കുമ്പോൾ ഇവിടെ 40 ഡിഗ്രി തന്നെ കാണിക്കും. ഇവിടെ 30 വെച്ചാൽ അവിടെ 30 കിട്ടും. സോ ആ എക്സ്പെരിമെന്റ്, ഇതിന്റെ തിയറി പാർട്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സയൻസ് ടീച്ചേഴ്സിന് ഇത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. സോ അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നു, അതായത് ഒരു ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. സോ സെയിം ആക്ടിവിറ്റിയാണ് ഞാൻ എല്ലാ ഗ്രൂപ്പിനും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് യെല്ലോ ഗ്രൂപ്പാണ്. ഞാൻ യെല്ലോ എന്ന് പറയുന്ന മിഡിൽ അച്ചീവേഴ്സിനെയാണ് കൂടുതലും യെല്ലോ എന്ന് ഞാൻ വിളിക്കുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു QR കോഡ് കണ്ടോ. ഇവിടെ ഞാൻ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഇത് യൂട്യൂബ് വീഡിയോ ആണ് ആക്ച്വലി. അവർക്കിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും മിക്ക സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് കരിക്കുലം. പിന്നെ ജെംസിൻ്റെ CBSE സ്കൂൾസിലും ഐപാഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ സ്കൂളിലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ചോദിക്കണം. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് പിറ്റേ ദിവസം ഡെമോ എടുക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ചോദിക്കാതിരിക്കരുത്. നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്, നാളെ ഞാൻ എടുക്കാൻ പോകുന്ന ഡെമോൻ്റെ കാര്യങ്ങൾ HOD ഡിസ്കസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മെയിൽ അയച്ചാണ് പറയുന്നതെങ്കിൽ തിരിച്ച് മെയിൽ അയച്ച് ചോദിക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് ഉണ്ടാവും, ഓക്കെ, ഷുഡ് ബി പ്രസൻറ്റ് എന്നുള്ളത് ചോദിക്കാം. പിന്നെ ഹൗ മെനി ലോ അച്ചീവർ, മിഡിൽ അച്ചീവർ, ദിസ് വൺ ഹൈ അച്ചീവേഴ്സ് എത്രയുണ്ട്, സെൻറ്റ് സ്റ്റുഡൻറ്റ് ഉണ്ടോ, ഇൻക്ലൂഷൻ്റെ വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട നമുക്ക്. അപ്പോൾ സെൻറ്റ് സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇനി നമ്മൾ ഡെമോ ഒക്കെ എടുക്കുമ്പോൾ സെൻറ്റ് സ്റ്റുഡൻസിൻ്റെ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് പോരാ. മാത്രമല്ല കുട്ടികൾ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഡിവൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡിവൈസ് ബേസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് കൂടുതലും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ലെസണിൽ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചു വയ്ക്കുക. കുട്ടികളുടെ ലെവൽ മോസ്റ്റ്ലി എങ്ങനെയാണ് കുട്ടികൾ എന്നുള്ളത് ചോദിക്കുക. അതായത് ഏതൊക്കെ കൾച്ചറിൽ നിന്നുണ്ട്, മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻ്റ് ആയിരിക്കും. എമിറാത്തികളും അറബ് നേഷനിൽ നിന്നുള്ള കുട്ടികളും ആണ് കൂടുതലെങ്കിൽ കുറച്ച് ലോ ലെവലായിട്ടുള്ള ഇത് പ്രിപ്പയർ ചെയ്യണം മൊത്തത്തിൽ. ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റൻ ആണെങ്കിലും കുറച്ച് ഈസി ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് QR കോഡ് ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് എടുത്തു. എന്നിട്ട് ഓൺലൈൻ QR കോഡ് മേക്കർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അതിൽ നമ്മൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു.
എന്നിട്ട് QR കോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ആ QR കോഡ് ഇവിടെ വയ്ക്കുന്നു. അപ്പോൾ ഇതാകുമ്പോഴേക്കും നമുക്ക് അവരുടെ ഐപാഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് വീഡിയോയിലേക്ക് പോകും. അവർ ഇയർ പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ വോളിയം ഏറ്റവും കുറച്ചിട്ട് ഇത് കാണും എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ടെക്നോളജിയും കൂടി ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മാം ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ല ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ലാതെ വീഡിയോ ആക്ച്വലി ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഓക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇതേപോലത്തെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. മാത്സ് ടീച്ചേഴ്സിന് ഇതുപോലെ ചെയ്യാം കേട്ടോ. പേപ്പറിൽ എടുക്കാം, കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാം. ഒറിജിനലൊന്നും മേടിച്ച് കാശ് കളേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രിൻ്റർ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഏറ്റവും ആദ്യം വേണ്ട സാധനമാണ് പ്രിൻ്റർ. ഒരു ചെറിയ പ്രിൻ്റർ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എക്സിറ്റ് കാർഡ്. ഓക്കെ, അപ്പം ഞാനെപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്ലാസ് വെരി ഗുഡ് ആവണമെങ്കിൽ നമ്മൾ സക്സസ് ക്രൈറ്റീരിയ റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സക്സസ് ക്രൈറ്റീരിയ റീച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഓരോ ആ സക്സസ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണത് എഴുതണം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സിറ്റ് കാർഡ്, ഇത് ഞാൻ കട്ട് ചെയ്ത് വെക്കാത്ത എക്സിറ്റ് കാർഡാണ്. ഇത് ഞാനിപ്പോൾ കൊടുക്കാൻ നേരത്തെ ഇത് കട്ട് ചെയ്യും കേട്ടോ, ബ്യൂട്ടിഫുള്ളി കട്ട് ചെയ്യും ഈ സൈഡിൽ കൂടി എഡ്ജസ്, എന്നിട്ട് ലൈക്ക് എ ടിക്കറ്റ് പോലെ തന്നെ എടുക്കും. ഇത് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ ട്വിങ്കിളാണ് സൈറ്റ്, ട്വിങ്കിൾ. അപ്പോൾ ട്വിങ്കിളിൽ ഫ്രീ ആയിട്ട് കുറേ എക്സിറ്റ് കാർഡ് കിട്ടും, പിന്നെ ഓൺലൈനായിട്ടും കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, 1 ഇയറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാം ആക്സസിബിൾ ആണ്. ടെസ്റ്റിൻ്റെ സൈറ്റിലും ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കുറച്ച് സൈറ്റ്സ് ഉണ്ട്, അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെങ്കിൽ 1 by 1 ആയിട്ട് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെങ്ങോട്ടാണ് ഇങ്ങനെ ഓക്കെ വാട്ട് ഐ ലേൺഡ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കുന്നത്. ഒന്നില്ലെങ്കിൽ WWW അല്ലെ, വാട്ട് വെൻ വെൽ അതൊക്കെ ഇടാം. പക്ഷെ ഞാനിവിടെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ലേൺഡ്. എന്നിട്ട് ഞാൻ കുട്ടികളോട് ഐ ക്യാൻ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതും. അതായത് സക്സസ് ക്രൈറ്റീരിയയുടെ സ്ലൈഡ് ഇടും, PPTയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പറയും ഇതിൽ ഹൈ ആയിട്ടുള്ളത്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് എഴുതാൻ പറയും. അപ്പോൾ അവരതാണ് എഴുതുന്നത്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം എഴുതുമല്ലോ. ഒരെണ്ണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയ എല്ലാ ക്ലാസ്സുകാർക്കും, ഈ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, അതായത് 90% സ്റ്റുഡൻസിന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ക്ലാസ് ഗുഡായിട്ടാണ് റേറ്റ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈസി സ്റ്റെപ്പ് ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. ഇതിലേക്ക് അവരെ കൊണ്ട് എഴുതിക്കും. എന്നിട്ട് ഇവിടെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതാനൊരു കോളം കൊടുക്കും. ഒരു 5 മിനിറ്റ്സിൻ്റെ പരിപാടിയുള്ളൂ. നമ്മളിത് കൊടുക്കുന്നതും തിരിച്ച് വാങ്ങുന്നതും ഒക്കെ കൂടി ഒരു 5 മിനിറ്റ്സ് തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഞാൻ 2-3 എണ്ണമൊക്കെ ഒന്ന് വായിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ വായിക്കും. എന്നിട്ട് ഞാൻ എല്ലാവരുടെ മുമ്പിലും, ഇപ്പം ഡെമോക്ക് ഇരിക്കുന്ന ടീച്ചേഴ്സിന് മുമ്പിൽ വെച്ച് തന്നെ പറയും ഓക്കെ വെരി ഗുഡ്, 90 എല്ലാവരും തന്നെ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 1 എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഓടി പോയിട്ട് വെരി ഗുഡൊക്കെ എഴുതും. അപ്പോൾ അതിൻ്റെ റിസൾട്ടും റിഫ്ലക്ഷനും നമ്മളവിടെ കാണിച്ച് ഗുഡാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ക്ലാസ് കേട്ടോ. അപ്പോൾ വളരെയധികം നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ഞാൻ തിരിച്ചു വരാണ്. ചിലർക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസിസ്റ്റന്റ് ടീച്ചർ ജോബിന് ഡിഗ്രി പാസ് ആവണമെന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ കുറേ വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചില സ്കൂളിൽ ഡിഗ്രി ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അജ്മാൻ ഏരിയയിലൊക്കെയുള്ള ബ്രിട്ടീഷ് സ്കൂളിൽ ചോദിക്കുന്നില്ല, +2 മതി. ഓക്കെ, അസിസ്റ്റന്റ് ടീച്ചർ ആവാൻ. TA അസിസ്റ്റന്റ് ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറി സ്കൂൾ, KG സ്കൂളിലൊക്കെയാണ് അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അവിടെ പേയ്മെൻറ്റ് അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ഉണ്ട്. ആക്ച്വലി വെൻ ഇറ്റ് ഈസ് കമ്പയറിങ് ടു CBSE ടീച്ചേഴ്സിൻ്റെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ TA-ക്കും CBSE ടീച്ചേഴ്സിനും ഒക്കെ ഒരേ സാലറി ആയിരിക്കും. അതായത് TA ഇൻ ബ്രിട്ടീഷ് കരിക്കുലം ഓർ അമേരിക്കൻ കരിക്കുലം അവരുടെ സാലറിയും CBSE ടീച്ചറിൻ്റെ ശരിക്കുള്ള സാലറിയും ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ വൈസ്ലി നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ബ്രിട്ടീഷ് കരിക്കുലം ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ TA ആയിട്ടാണെങ്കിലും കയറാം, വെരി ഗുഡ്, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ. ആക്ച്വലി നിങ്ങൾക്ക് +2 ഉള്ളെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടതെന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ, നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്ന പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നു. വാട്സപ്പിന് ലിങ്ക് കൊടുക്കാമെന്നല്ലേ, എന്താണെന്ന് അറിഞ്ഞൂല. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അത് പെട്ടെന്ന് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കുറേ പേർക്ക് പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പററി ഇപ്പോൾ ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, യൂട്യൂബിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അവിടെ ഞാൻ വേക്കൻസീസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് TLS സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. TLS സർട്ടിഫിക്കറ്റിൻ്റെ ഞാനൊരു വലിയ വീഡിയോ ഇടാം. എന്താ ഞാനിപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തോ ഒന്നും നമുക്ക് TLS എടുക്കാൻ പറ്റില്ല. അതെടുക്കാൻ പറ്റില്ല എന്തായാലും. കാരണം നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ
അപ്രൂവൽ വേണം നമുക്ക് TLSലേക്ക് പോകാൻ, ഇക്വലൻസി വേണം. അപ്പോൾ ഇതൊക്കെ ഫ്രഷേഴ്സ് ആണല്ലോ കൂടുതൽ പേര് ഇത് കാണുന്നത്. സോ അവർക്ക് ഇത് ആവശ്യമില്ല, TLSന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യമില്ല. സോ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഷുവറായിട്ട് പറയാം. ഫസ്റ്റ് ഇക്വലൈസേഷനും നമുക്ക് ജെനുവൻസിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും ചോദിക്കും TLS സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാലോ, ഞാനിവിടെ ഫസ്റ്റ് ആണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല, സോ ഞാൻ എടുത്തിട്ടില്ല, ബട്ട് ഐ എം വില്ലിങ് ടു എന്ന് പറയാം. അല്ലെങ്കിൽ നാട്ടിൽ കേട്ടിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ നാട്ടിൽ ഓക്കെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, സോ ഓഫ് കോഴ്സ് ഐ ഹാവ് കോൺഫിഡൻസ് ഐ വിൽ പാസ് ഇൻ TLS എന്നുള്ള രീതിയിൽ പറയാം. അതൊക്കെ പറയാം, നിങ്ങളുടെ ചോയ്സിൽ പറയാം. ഏത് രീതിയിലും കൺവിൻസ് ചെയ്ത് പോസിറ്റീവാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വലൈസേഷൻ്റെ പ്രൊസീജിയർ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് വരുന്നേ ഉള്ളൂ, അത് ഞാനിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ IELTS കമ്പൽസറി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. IELTS അമേരിക്കൻ സ്കൂൾസിലും ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് UAE വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ IELTS എടുത്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. എനിക്ക് IELTS ഇതുവരെ ഇല്ല കേട്ടോ. ഞാനിവിടെ 6th ഇയർ ആണ്. ഇപ്പം UAE ബ്രിട്ടീഷ് കരിക്കുലത്തിലാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ IELTS ഇല്ല. അപ്പോൾ അത് മാൻഡേറ്ററി ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് മാൻഡേറ്ററി ആണ്. സോ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ മസ്റ്റ് ഹാവ് ആണ് IELTS എന്ന് പറയുന്നത് ഇവിടെ കിട്ടാനായിട്ട്. അപ്പോൾ അത് ഓർക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. യെസ് ഓഫ് കോഴ്സ്. നമ്മുടെ ജംസിൻ്റെ സൈറ്റിലാണെങ്കിൽ ജംസ് അവർ ഡയറക്റ്റ് ഹയർ ചെയ്യുന്നുണ്ട്. കൊൽക്കത്ത, ട്രിവാൻഡ്രം, കൊച്ചി, അങ്ങനെ പല സ്ഥലത്തുനിന്നും അവർ ഹയർ ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും അങ്ങനെ കിട്ടും. അല്ലാതെ എനിക്ക് തോന്നുന്നു ബാക്കി സ്കൂളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജംസ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് പോലെ ഒരു കമ്പനി പോലെയാണ്. സോ അതുകൊണ്ടിട്ടാണ് അങ്ങനെ. ബാക്കി സ്കൂൾസ് ഒരു സ്കൂളിന് 5 സ്കൂളോ 6 സ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിന് ഓക്കെ. അങ്ങനെയുള്ള സ്കൂൾസ് ഒന്നും ഡയറക്റ്റ് ഹയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയത്തില്ല. ചില സ്കൂൾസൊക്കെ ഉണ്ട്, ബട്ട് വളരെ റെയറാണ്. ഏറ്റവും നല്ലത് വിസിറ്റിങ്ങിന് വന്നിട്ട് ഇവിടെ ജോലി നോക്കുന്നത് തന്നെയാണ്. വിസിറ്റിംഗ് വിസയാണെന്ന് ഓർത്തിട്ട് നമുക്ക് ജോലി കിട്ടാതിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഒരു ജോലി അവർ തരാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ എവിടെ ക്വാളിഫൈ ആയിട്ടില്ല, വേറൊരു ടീച്ചർ നല്ലത് നമ്മൾ ക്വാളിഫൈ, നമ്മുടെ കുഴപ്പം കൊണ്ട് ക്വാളിഫൈ ആയെന്ന് വിചാരിക്കേണ്ട. നമ്മളെക്കാളും ബെസ്റ്റായിട്ടൊരു ടീച്ചർ അവിടെ പെർഫോം ചെയ്തു എന്ന് മാത്രം വിചാരിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ എത്തണം എന്ന് മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, എന്നിട്ട് മൂവ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേറൊരു ടീച്ചർ നമ്മളെക്കാളും എക്സ്പീരിയൻസിലോ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിലോ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ചതിലോ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമ്മളത് മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ HR നമ്മളോട് പറയില്ല നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല, നിങ്ങൾ വീട്ടിൽ പോക്കോ എന്ന് പറയില്ല. അവർ പറയും ഓക്കെ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ഇല്ലല്ലേ, അല്ല വിസിറ്റിംഗ് വിസയിലല്ലേ, ഓക്കെ നമ്മൾ സ്പൗസ് വിസയിലുള്ള ആരെങ്കിലും ആണ് നോക്കുന്നത് കേട്ടോ എന്ന് പറയും. ഒന്നില്ലെങ്കിൽ അങ്ങനെ എക്സ്ക്യൂസ് ചെയ്യും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പിന്നീട് അറിയിക്കാം, ഇപ്പം പൊക്കോളൂ പിന്നീട് അറിയിക്കാം എന്ന് പറയും. ചിലർ ജംസൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി അവർ മെയിൽ അയക്കും, ഓക്കെ നിങ്ങൾ ക്വാളിഫൈഡ് അല്ല, നമ്മൾ ബെറ്റർ ഓപ്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്ത് വേറെ ആളെ എടുത്തു എന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കും. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില HRs എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ കുറവല്ലേ, സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇതൊക്കെ എക്സ്ക്യൂസസ് മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ നോട്ട് ഗെറ്റിംഗ് എ ജോബ് ഇൻ UAE എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലേക്കാണ് ഞാനിപ്പോൾ മൂവ് ഓൺ ചെയ്ത് വന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ UAE ജോബ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നതിന് പകരം എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയിലുള്ളപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹൈ സാലറി ജോബ്സ് അല്ല, ഹൈ സാലറി ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ട് അമേരിക്കൻ കരിക്കുലത്തിലും ബ്രിട്ടീഷ് കരിക്കുലത്തിലും. ഇവിടെ CBSEയിലാണെങ്കിൽ മാക്സിമം 5 ഉള്ള എല്ലായിടത്തും. അപ്പോൾ എന്നാലും ഏറ്റവും റെപ്യൂട്ടഡ് സ്കൂൾസ് നോക്കാതെ റെപ്യൂട്ടഡ് അല്ലാത്ത സാലറി കറക്റ്റായിട്ട് തരുന്ന വളരെ ചെറിയ എമൗണ്ട് സാലറി തരുന്ന സ്കൂൾസ് ഉണ്ട്. അവരാണ് കൂടുതലും ഫ്രഷേഴ്സിനെ എടുക്കുക. വൺസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് സ്കൂൾ ആഫ്റ്റർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ് വി വിൽ മൂവ് ഓൺ. ഓക്കെ, അങ്ങനെയാണ് യൂഷ്വലി ടീച്ചേഴ്സ് ചെയ്യുക, നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇവർക്കും അറിയാം, ഇപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ അവർക്ക് കിട്ടില്ല, കാരണം അവരുടെ സാലറി റേഞ്ച് വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു 3000 dirhams ഒക്കെ മാത്രം സാലറിയുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കയറി പറ്റാൻ നോക്കുക. അങ്ങനെയുള്ള സ്കൂൾസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണ്. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള, ഇപ്പോൾ LIN ഏരിയയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ ഏതാണ് അങ്ങനത്തെ സ്കൂൾ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ വെബ്സൈറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ് ഓക്കെ ഇന്ത്യൻ സ്കൂൾ എന്നാന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ പേര് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇന്ത്യൻ സ്കൂൾ ഷാർജ എന്ന് വിചാരിച്ചു. ഇന്ത്യൻ സ്കൂൾ ഷാർജ
ഫീസ് സ്ട്രക്ചറിന് അടിക്കുക, അതായത് സ്റ്റുഡൻസിന്റെ ഫീസ് സ്ട്രക്ചർ. ഈ സ്റ്റുഡൻസിന്റെ ഫീസ് സ്ട്രക്ചർ വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിൽ, ഫീസ് കുറവാണെങ്കിൽ സാലറിയും കുറവായിരിക്കും. ഫീസ് നല്ല ഹൈ എൻഡ് ഉള്ള സ്കൂളാണെങ്കിൽ നമ്മുടെ സാലറിയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അത് നോക്കുക. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കുറച്ച് സാലറിയുള്ള സ്കൂൾ നോക്കി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള സ്കൂളിൽ. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും തന്നെ സോഫ്റ്റ് കോപ്പീസ് അവർ നോക്കുന്നുണ്ട് കേട്ടോ. ബെറ്റർ ഞാനാണെങ്കിലും അമേരിക്കൻ സ്കൂൾസിൽ നിന്നൊക്കെ വെളി വരാതിരിക്കുമ്പോൾ ഞാൻ ഹാർഡ് കോപ്പീസ് ഒക്കെ ഡയറക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. സോ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ടാവും സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നോക്കുക കേട്ടോ. അങ്ങനെ പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ടെമ്പററി ടീച്ചർ, അതായത് കവർ ടീച്ചേഴ്സ്. മെറ്റേണിറ്റി ലീവിലൊക്കെ പോയിട്ടുള്ളവർക്ക് ടെമ്പററി ടീച്ചർ അല്ലെങ്കിൽ കവർ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ചെയ്ത അതാണ്. ഫസ്റ്റ് ടെമ്പററി ടീച്ചറായിട്ട് ഒരു 3 months ഒരു സ്കൂളിൽ കയറി. അപ്പോൾ ആ 3 months എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ സ്കൂൾ തന്നില്ലെങ്കിൽ പോലും നമ്മുടെ മിനിസ്ട്രിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. കാരണം എല്ലാം കുറച്ച് വലിയ പ്രോസസ്സ് ആയതുകൊണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടിട്ടാണ്. സോ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ കവർ ടീച്ചർ, ടെമ്പററി ടീച്ചേഴ്സ്, ദെൻ ഇപ്പോൾ ലോ ആൻഡ് സാലറി ഉള്ള സ്കൂൾസ്, ഇത് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. സോ നമുക്ക് HR സൈഡിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് അവരുടെ അടുത്ത് പറയാം. എന്താണ് സാലറി എക്സ്പെക്ടേഷൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത്, ഓക്കെ സാലറി എക്സ്പെക്ടേഷൻ ഇപ്പോൾ നിങ്ങൾ എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓക്കെയാണ്. ആസ് ഐ എം ന്യൂ ടു UAE, എനിക്ക് എക്സ്പീരിയൻസ് ആണ് മാറ്റർ, അല്ലാതെ നമ്മുടെ മണി ഇപ്പോൾ ഒരു മാറ്ററേ അല്ല. ഞാൻ അത്രയും പാഷൻ്റ് ആയിട്ടുള്ള അത്രയും പാഷനും അതുപോലെ UAEയിൽ ഒരു ടീച്ചർ ആവാന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമുമാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് സാലറി ബട്ട് അബൌട്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. HR കോള് വരുന്നില്ല എന്നുണ്ട് 1000 സ്കൂളിൽ അയച്ചാലാണ് അതിൽ നിന്ന് ഒരു 5 സ്കൂളിൽ നിന്ന് വിളിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു 10 സ്കൂളിൽ അയച്ചിട്ട് ഓ മൈ ഗോഡ് ഐ അപ്ലൈ ടു മെനി സ്കൂൾസ് ബട്ട് ഐ നെവർ ഗെറ്റ് എ കോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഒരു 1000 സ്കൂളിൽ അയച്ചാൽ മാത്രമാണ് നമുക്കൊരു 5 സ്കൂളിൽ കിട്ടുള്ളൂ. അത്ര സ്കൂളുണ്ട് UAEയിൽ. ഗൂഗിൾ മാപ്പ് എടുക്കുക, ഓരോ സോണും സെർച്ച് ചെയ്യുക, സ്കൂൾസ് സെർച്ച് ചെയ്യുക, കാണാൻ പറ്റും. നമുക്ക് ലിങ്കറിൽ പേര് പോലും ഇല്ലാത്ത സ്കൂളുകൾ അതിൽ കാണാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂളിൽ പോവുക. എന്നിട്ട് ലോ ആൻഡ് സാലറി ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടിങ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ടീച്ചർ ജോബ് എന്ത് ചെയ്തിട്ട് കിട്ടാനുള്ളതെന്നുണ്ടെങ്കിൽ TA ആയിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് എത്രയും ഡിഗ്രിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്ക് വേഗം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ TA ആയിട്ട് ടീച്ചർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ബാഡ് പോസ്റ്റ് ഒന്നും അല്ല, നല്ല പോസ്റ്റ് തന്നെയാണ്. നല്ല വർക്കുണ്ട്, ടീച്ചറിനെ പോലെ തന്നെ വർക്കുണ്ട്. അപ്പോൾ നമുക്ക് TA ആയിട്ട് കയറുമ്പോൾ നമുക്ക് അവിടുത്തെ കൾച്ചർ മനസ്സിലാവും. എങ്ങനെയാണ് ജോബിൻ്റെ ഒരു വർക്കിംഗ് കൾച്ചർ, എങ്ങനെയാണ് പേരൻസിനോട് ഇടപെടേണ്ടത്, എന്താണ് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ഐഡിയ കിട്ടാനായിട്ട് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ പറയുന്നതിനേക്കാളും ഏറ്റവും ഹെൽപ്ഫുള്ളാണ് പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ നല്ല വാല്യൂ കൊടുത്തിട്ട് തന്നെയാണ് UAEയിൽ പോകുന്നത്. സോ TA ഇത് നല്ല പോസ്റ്റ് തന്നെയാണ്, നോ പ്രോബ്ലം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡൗട്ട് സെക്ഷനിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കോണ്ടന്റിലേക്ക് പോവാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ജെനുവൻസി ആൻഡ് ഇക്വലൈസേഷൻ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഡോക്യുമെൻ്റിൻ്റെ ഫോട്ടോ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അറ്റസ്റ്റ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ലിസ്റ്റ്. മാർക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റ്. ഓക്കെ, മാർക്ക് ലിസ്റ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പേജ് ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി എഴുതിയിട്ടുണ്ടാവുക നമ്മുടെ മാർക്ക്, അതിനാണ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് ഓരോ സെമ്മിൻ്റെ അതെല്ലാം 1 കോപ്പി സ്കാൻഡ് കളർ കോപ്പി. ഇവിടെ UAEയിൽ കളർ കോപ്പീസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് CV ആയാലും നമ്മുടെ ഏത് ഡോക്യുമെന്റ് ആയാലും കളർ കോപ്പീസ് ഓൺലി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കാം. ദെൻ നോട്ട് ഹോം നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്പ് അതോറിറ്റി, അതായത് KHDA recognizes only educational certificates or certificates relevant to the field of education.
ഓക്കെ. റിലവൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. KHDA എന്ന് പറയുന്നത് ദുബായിയുടെയാണ്. സ്പിയ നമ്മുടെ ഷാജയുടെ, അജ്മാനിൽ MOE തന്നെയാണ്, ഇപ്പോൾ ഡയറക്ട്ലി ആണ്. പിന്നെ അഡക്കാണ് അബുദാബിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബുദാബിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ ബെറ്റർ ഡിഗ്രിയും MSCയും ഹൈ ക്വാളിഫിക്കേഷൻ ഏതാണോ അതും കൂടി അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഷാർജ, അജ്മാൻ, ദുബായ് 3 സ്ഥലത്താണ് വർക്ക് ചെയ്യണേ. അതിൻ്റെ ബോർഡറിൽ താമസിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്, ആക്ച്വലി മൊബൈലിലാണ്. സോ എനിക്ക് രണ്ടും ആക്സസിബിൾ ആയതുകൊണ്ടിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഡിഗ്രി മാത്രമാണ്. കാരണം ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഇക്വലൻസി എടുക്കേണ്ടത് ഓൺലി ഫോർ ഡിഗ്രിയാണ്. പിന്നെ അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും SSLC സർട്ടിഫിക്കറ്റ് ഓർ CBSE ആണെങ്കിൽ ബോർഡ് സർട്ടിഫിക്കറ്റ് 10ന്റെ ഓക്കെ, അത് +2 സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അടക്കിന്റെ കീഴിലാണ് ഉള്ളതെങ്കിൽ, അതായത് അബുദാബിയിലാണെങ്കിൽ നിങ്ങളുടെ ഹയറും കൂടി ചെയ്തോളൂ. ഇതിനൊക്കെ പൈസ ഇപ്പോൾ എത്രയായി എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇനി ഇപ്പോൾ ഒരു വെക്കേഷൻ അല്ലേ, ഇപ്പോൾ ജൂലൈ 5 തൊട്ടിട്ട് നമുക്കിവിടെ 28 ഈ ഫ്രൈഡേ വരെ ഉള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന് അടയ്ക്കുവാണ്. അതായത് ചില സ്കൂളിലൊക്കെ 28 വരെ ഉള്ളൂ കേട്ടോ ടീച്ചേഴ്സിന്, ചില സ്കൂളിലാണ് ജൂലൈ 5 വരെ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അധികം ചാൻസസ് ഇല്ല, കുറഞ്ഞു ഇനി വേക്കൻസീസിൻ്റെ. എന്നാലും നോക്കാം, ഇപ്പോഴും വിളി വരുന്നുണ്ട്. ഇപ്പം ഇന്നാണെങ്കിലും എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്, അപ്പം ഇപ്പോഴും ഉണ്ട് എന്തായാലും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ആഫ്റ്റർ ജൂലൈ 5 ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് HODസിനാണെങ്കിലും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സിനാണെങ്കിലും അവർക്കൊക്കെ വെക്കേഷൻ വേണ്ടേ, അവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഹയറിങ് നടക്കും, അവരില്ലാതെ ഹയറിങ് നടക്കാൻ പറ്റില്ലല്ലോ, അവർ നോക്കണമല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഓക്കെ, സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ലിസ്റ്റ് മസ്റ്റ് ഹാവ് 2 attestations ആസ് ഡീറ്റെയിൽഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവധി ഈ ജൂലൈ 5 സ്കൂൾ അടയ്ക്കുന്നു പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ MSCയുടെ ഇക്വലൈസേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, MSCയുടെയും BEdന്റെയും. ഓക്കെ, രണ്ടിനും എനിക്ക് ഇക്വലൈസേഷൻ ഇല്ല. സോ അത് ഞാൻ ചുമ്മാ ചെയ്ത് വയ്ക്കണമെന്നുണ്ട്. കാരണം അബുദാബി സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരെല്ലാത്തിൻ്റെയും ചോദിക്കുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ്റെയൊക്കെ അറ്റസ്റ്റേഷൻ ചോദിക്കുന്നത് കൊണ്ടിട്ട് അതൊന്ന് ചെയ്യണം എന്നുണ്ട്. കാരണം അബുദാബിയിലൊക്കെയാണ് കൂടുതലും ഹൈ പേയ്മെൻ്റ് ആയിട്ടുള്ള സ്കൂൾ ഉള്ളത്. പിന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ സ്കൂളുകളും ചാർട്ടർ സ്കൂളുകളും അൽദാറിൻ്റെ സ്കൂളുകളൊക്കെ കൂടുതലുള്ളത് അബുദാബിയിലായത് കൊണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ, സോ അപ്പം ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും ഷോർട്ട് കട്ട് വഴി എന്ന് പറഞ്ഞ പോലെയാണ് പോവാറ്. ഈ വെബ്സൈറ്റിൽ കൂടി ഞാനിപ്പോൾ പറയാൻ പോകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇതുവരെ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏജൻസീസ് ഉണ്ടല്ലോ, നമ്മുടെ ടൈപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ മൊബൈലിലാണെങ്കിലും നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ, നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ കാണാം ടൈപ്പിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ പോകും. എന്നിട്ട് അവിടെ നമ്മൾ ഫോൺ വിളിച്ച് ആദ്യം തന്നെ ചോദിക്കും അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവർ ഒരു ഫീസ് പറയും. അതായത് നമ്മൾ കൊടുക്കേണ്ട ഫീസിൽ നിന്നും കുറച്ച് പൈസ, ഒരു 10-300 ദിർഹംസ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും, നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ബട്ട് എന്താണെന്നറിയോ, ഒരു ബെറ്റർ തിങ് എന്ന് പറയുന്നത്, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് നമ്മൾ ഇതിൽ ഒരു ഒഫീഷ്യൽ കാര്യം ആയതുകൊണ്ടിട്ട് നമ്മൾ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഇത് ചെയ്യണം കേട്ടോ. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു, എല്ലാം എനിക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജനൻസി പിന്നെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ എംബസിയിൽ പോവും. ഇന്ത്യൻ എംബസിയിലാണ് പോകുന്നത്. ഞാനിവിടെ ഊതുമേത്തയിലുണ്ട്, നമ്മുടെ ദുബായ് ഊതുമേത്തയിൽ ഒരു ഇന്ത്യൻ എംബസി ഇല്ലേ, അവിടെയാണ് പോയത്. അവിടെ പോയിട്ട് അവിടുത്തെ അതിൻ്റെ ഇന്ത്യൻ എംബസിയുടെ ഉള്ളിൽ ഏജൻസി ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ചോദിക്കും, എനിക്ക് ജെനുവൻസി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടീച്ചറാണ്, സോ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു പേപ്പർ തരും. അതിൻ്റെ അകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് എന്തൊക്കെ വേണമെന്നുള്ളത്. അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പിയോ, നാട്ടിലെ ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ്, +2, 10th അങ്ങനെ ആവശ്യമുള്ള കോപ്പീസ് എല്ലാം എഴുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്തൊക്കെയാണ്. നിങ്ങളായിട്ട് തന്നെ പോവുക, ഒരു വട്ടം പോയാൽ മതി. പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വട്ടം ഇന്ത്യൻ എംബസി പോയിട്ട് ഇതേപോലെ ആ ഒരു ഡോക്യുമെന്റ് വാങ്ങുക, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട്, ഇവിടെ ഒരു ഫോമും ഉണ്ട്, അതും ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പി എനിക്ക് തോന്നുന്നു 5000 രൂപ എന്തോ ആണ് കേട്ടോ, നാട്ടിലെ 5000 രൂപ എന്തോ അടച്ചിട്ട് നമ്മൾ
കൊടുക്കുകയാണ്. അവരുടെ ഏൽപ്പിക്കുന്നതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ജെനൻസിയുടെ പരിപാടി കഴിഞ്ഞു. അവരായിട്ടത് നമ്മുടെ ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ കോട്ടയത്താണല്ലോ MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജിലാണ് പഠിച്ചത്. സോ അവർ ഡയറക്റ്റ്ലി MG യൂണിവേഴ്സിറ്റിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തോളും. പിന്നെ ജെനുവൻസിയുടെ സർട്ടിഫിക്കറ്റ് നമുക്കത് മെയിലായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്കൂളിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഇമെയിൽ ID കൂടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ജെനുവൻസി ഓക്കെ ആണോ എന്ന് പറയും. ജെനുവിൻ ആണോ എന്ന് നമ്മളവിടെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരാൾ ഇന്ന ഇയറിൽ അവിടെ പഠിച്ച് പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ജെനുവൻസി. ഓക്കെ, അപ്പോൾ അത് കിട്ടും. ആ ഡോക്യുമെൻറ്റ് അറബിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ആ ഡോക്യുമെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇക്വലൻസി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്ത്യൻ എംബസി കൊണ്ട് കൊടുത്തു. അതാകുമ്പോൾ നമ്മുടെ തലവേദന ഒഴിഞ്ഞു. 5000 രൂപ കൊടുത്തു, അവർ തന്നെ ചെയ്തോളും. നമ്മൾ തന്നെ ചെയ്യാനായിട്ടൊന്നും നിന്നില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ ഫസ്റ്റത്തെ ടൈമിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ കയ്യിൽ നെയിം ചേഞ്ചിൻ്റെ കുറച്ച് ഇഷ്യൂസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നെയിം ചേഞ്ചിൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ പേര് ഇതായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പ്രോബ്ലം കൊണ്ടിട്ട് ഇത് ഫുള്ള് പ്രോബ്ലംസായി. എനിക്ക് ഏകദേശം ഇക്വലൻസി ജെനുവൻസി എനിക്ക് 3 months ഉള്ളിൽ തന്നെ കിട്ടി. ഓക്കെ, 3 months വരെ വരത്തുള്ളൂ, അതിനുള്ളിൽ കിട്ടും നമുക്ക് ജെനുവൻസി. അത് കിട്ടിക്കഴിഞ്ഞ് ഇക്വലൻസി അപ്ലൈ ചെയ്തിട്ട് ആഫ്റ്റർ 1 year ആണ് എനിക്ക് ഇക്വലൻസി കിട്ടുന്നത്. കാരണം സോ മെനി ഇഷ്യൂസ്, ഞാൻ 2 വട്ടം ഇത് അപ്ലൈ ചെയ്ത് 2 വട്ടം എൻ്റെ UAE മണി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഏജൻസിക്ക് കൊടുത്തു. ഏജൻസി ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. സോ അപ്പം എനിക്ക് മനസ്സിലായത് ഇത്രയും പൈസ കളയുന്നതിലും ബെറ്റർ നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഏജൻസീനെ ഏൽപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തലവേദനയില്ല. ഇതൊരു കുറച്ച് പാടുള്ള പരിപാടിയാണ് ഇക്വലൻസി എടുക്കുക എന്നുള്ളത്. കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്യുമെൻ്റ് അങ്ങ് മാറ്റി വെക്കുന്നതോടെ നമ്മൾ പിന്നെ പുറകിലേക്കാവും. ഫസ്റ്റ് തന്നെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഒരു വട്ടം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡോക്യുമെൻ്റ് അവരെടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. പിന്നെ നമ്മൾ എത്രയോ റിക്വസ്റ്റ് കൊടുക്കും. അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് നമ്മളോട് എന്താ പറയുക ഇതിനെപ്പറ്റി സംസാരിക്കില്ല. മെയിൽ അയക്കാൻ പറഞ്ഞാൽ മെയിലിൽ അവർ റിപ്ലൈ തരില്ല. അങ്ങനെ നമുക്ക് എങ്ങനെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇസ് ടു കോണ്ടാക്ട് ആൻ ഏജൻസി. ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പിംഗ് സെൻ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്റർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ടൈപ്പിംഗ് സെൻറ്റർ, ചില ടൈപ്പിംഗ് സെൻറ്റർ നമ്മുടെ മിനിസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിലെ അക്ഷയ പോലെയുള്ള എന്താ പറയുക അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓ മൈ ഗാഡ്, ഐ ഫുഗോട്ട് ദ നെയിം. ഓക്കെ, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. അവിടെ കൊടുക്കുക. അത് ഒരു കുറച്ച് പൈസയുടെ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ലാഭമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാം റെഡിയാക്കി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കും. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഫ്രം മൈ സൈഡ്. ഓക്കെ, പക്ഷേ എന്നാലും ഞാനിത് ഇനി തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് ഞാനിത് പറയുന്നുണ്ട്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. So get your educational certificate ready. Ensure you have the original copies of educational certificates such as your degree certificate, diplomas and any supporting documents like transcripts. Notarization. Take your original certificate to a solicitor or notary public in the UK to get them notarized. അതായത് ഇവിടെ UK സർട്ടിഫിക്കേഷൻ പിന്നെ MOFA സർട്ടിഫിക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇത് രണ്ടുമാണ് ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പം നോട്ടറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓർ സ്റ്റാമ്പ് നമ്മൾ അതിൽ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ലീഗലൈസേഷൻ ഉണ്ട്. ആഫ്റ്റർ നോട്ടറൈസേഷൻ യു നീഡ് ടു ഗെറ്റ് യുവർ ഡോക്യുമെന്റ് ലീഗലൈസ്ഡ് by the UK Foreign and Commonwealth Office FCO. You can either send your documents by post or visit the FCO office in person, pay the necessary fee and follow their guidance for document legalization. Adana third step. Fourth one, UAE embassy or consulate attestation. Once your documents are legalized by the FCO, you will need to have them attested by the United Arab Emirates Embassy or Consulate in the UK. Visit the UAE Embassy or Consulate with your legalized documents, passport and other required documents. They will verify the attest your സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മെൻറ്റിൽ എന്താ വന്നതെന്നറിയോ, ഇതിൻ്റെ അകത്ത് അവർ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് എമിറേറ്റ്സ് ഐ ഡി ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ.
Ministry of Foreign Affairs MOFA attestation, അതാണ് ഞാൻ പറഞ്ഞ MOFA attestation എന്ന്. After obtaining attestation from the UAE embassy or consulate, ഇത് ആദ്യം ഈ UAE embassy അല്ലെങ്കിൽ UK attestation ചെയ്യണം. അതിന് ശേഷം നമ്മൾ MOFA attestation ചെയ്യണം. This step is typically done in the UAE and not in the UK. നമ്മളിവിടെ ചെയ്യുന്നത് UK-ൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, UAE തന്നെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. Once you arrive in UAE, for your employer can submit the attested documents to the MOFA office for final attestation. Sorry, what I'm talking. Okay. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞത് ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കോളൂ, മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ പ്രോസസ് മേ വേരി സ്ലൈറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഓഫ് ദ UAE ഗവൺമെന്റ്. At any updates to the attestation procedures, it's recommended to check the latest guidelines from the UAE Embassy and Consulate in the UK and the UAE Ministry of Foreign Affairs for the most accurate and up-to-date information. അപ്പോൾ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വായിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവരുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കി സെർച്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, എന്നെപ്പോലെയുള്ള ലേസി പീപ്പിൾ ആണെങ്കിലും, ഇത്രയും ഞാൻ അത്ര ലേസി ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ടൈപ്പിംഗ് സെൻറ്റർ തന്നെയാണ്. ഒരു ഇച്ചിരി പൈസ കൂടുതൽ ലാഭത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നെ പോലെ പക്ഷേ കിട്ടാനായിട്ട് താമസിക്കുകയും ചെയ്യും, അവസാനം ഇരട്ടി പൈസ പോവുകയും ചെയ്യും. സോ ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് https://www.mofiac.gov.ae. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ അറ്റസ്റ്റേഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം അറ്റസ്റ്റേഷൻ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റസ്റ്റേഷൻ ആണ്. അതിനുശേഷമാണ് ജെനുവൻസി ചെയ്യുക കേട്ടോ. അറ്റസ്റ്റേഷൻ ചെയ്യുന്നു, ദെൻ ജെനുവൻസി ചെയ്യുന്നു. ജെനുവൻസി സർട്ടിഫിക്കറ്റ് 3 മാസത്തിനുള്ളിൽ കിട്ടുന്നു. അതിനുശേഷമാണ് ഇക്വലൻസിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇത് ചെയ്യാത്തവരാണെങ്കിൽ, ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണെങ്കിൽ ചെയ്യുക. ഇത് നാട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നവർ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോവാം. ഇത് ഡീറ്റെയിൽസ് കൂടുതൽ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ബെറ്റർ ഇതുപോലെ തന്നെ നമ്മുടെ അക്ഷയ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക. അവർക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയും. എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, നോർക്ക അറ്റസ്റ്റേഷൻ ആണോ എന്താണെന്നൊക്കെയുള്ളത് അവർ പറഞ്ഞു തരും. പിന്നെ ഇതിനകത്ത് ഹാഫ് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാനായിട്ട് പറ്റും, ജെനുവൻസി ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരാനായിട്ട് പറ്റും. സോ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എനിക്കതിൽ വലിയ ഗ്രാഹ്യം ഇല്ല, കാരണം ഞാൻ ഇവിടെ നിന്നാണ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ബെസ്റ്റ് ഓഫ് മൈ നോളജ്, ഓക്കെ, ഇറ്റ് ഈസ് ടു ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാ എടുക്കേണ്ട ഓപ്ഷൻ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്താ ഡൗട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോ എന്നൊക്കെ. താങ്ക് യു സോ മച്ച് കേട്ടോ. കുറേ പേർക്ക് ഇൻസ്പയർഡ് ആവുന്നുണ്ടെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. സോ ഞാൻ ഇതുപോലത്തെ ഡൗട്ടാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഈവൻ ലൈക്ക് ഇതുപോലത്തെ സ്മോൾ വർക്ക് ഷീറ്റിൻ്റെ ഡൗട്ട് ആവാം, QR കോഡ് വെക്കുന്ന ഡൗട്ട് ആവാം, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് എക്സിറ്റ് കാർഡ്സിൻ്റെ ഡൗട്ട് ആവാം. ഞാൻ പല എക്സിറ്റ് കാർഡൊക്കെ കാണിച്ചു തരാം പിന്നീട് 1 by 1 ആയിട്ട്. ആദ്യം ഡൗട്ട് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിന്നും വൈൻഡപ്പ്. ഓക്കെ, നാളെ കാണാം. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ കാണാം. കമൻറ്റ് അധികം ഇല്ലെങ്കിൽ പിന്നീട് കമൻറ്റ് ഡൗട്ട്സ് വരുന്ന സമയത്ത് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളൊന്ന് വീഡിയോ ഇതുപോലെ ആവശ്യമുള്ളവർക്ക് അങ്ങനത്തെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.